ഞാൻവാബി തർക്കമന്ദിരത്തിൽ പൂട്ടിക്കിടക്കുന്ന 10 നിലവറകൾ തുറക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കേസിലെ ഹിന്ദു സ്ത്രീകൾ ഇന്ന് സുപ്രീം കോടതിയിൽ ഹർജി നൽകും. ഞാൻവാബി ഹിന്ദു ക്ഷേത്രമാണെന്ന് വ്യക്തമാകുന്ന കൂടുതൽ തെളിവുകൾ നിലവറകളിലുണ്ട് എന്നാണ് ഹിന്ദു സ്ത്രീകൾ വിശദീകരിക്കുന്നത്. നിലവറയിൽ സർവേ വേണമെന്നാണ് ഹർജിയിലെ പ്രധാന ആവശ്യം. ഗൗതം അനന്തനാരായണനുണ്ട്. ഗൗതം, വിശദാംശങ്ങൾ. ഈ പുരാവസ്തു ഗവേഷണ വകുപ്പിന്റെ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് ഈ ഞാൻവാബി തർക്കമന്ദിരവുമായി ബന്ധപ്പെട്ട് നേരത്തെ കീഴ്ക്കോടതികളിൽ ഹർജി നൽകിയ ഹിന്ദു സ്ത്രീകൾ ഇപ്പോൾ സുപ്രീം കോടതിയെ കൂടി സമീപിക്കുന്നത്. പ്രധാന ആവശ്യം ഈ ഞാൻവാബി തർക്കമന്ദിരത്തിനകത്ത് ഇതുവരെ തുറക്കാത്ത 10 നിലവറകൾ അത് തുറക്കണം എന്നുള്ളതാണ്. ആ നിലവറകൾക്കകത്ത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട നിരവധി തെളിവുകളുണ്ട്. അവിടെ പുരാവസ്തു ഗവേഷണ വകുപ്പ് സർവേ നടത്തി കഴിഞ്ഞാൽ ഞാൻവാബി തർക്കമന്ദിരം നിൽക്കുന്നത് ഒരു പുരാതന ക്ഷേത്രത്തിന്റെ ഉള്ളിലാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും എന്നാണ് ഹിന്ദു സ്ത്രീകൾ ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഇന്ന് തന്നെ സുപ്രീം കോടതിയിൽ ഈ ആവശ്യം ഉന്നയിച്ച് ഹർജി നൽകുമെന്ന് വ്യക്തമാക്കുന്നു. നേരത്തെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിനകത്ത് ചൂണ്ടിക്കാണിക്കുന്നത് ഇവിടെ ഒരു ക്ഷേത്രമുണ്ടായിരുന്നു. ക്ഷേത്രാവശിഷ്ടങ്ങൾക്ക് മുകളിൽ ക്ഷേത്രത്തിന്റെ തൂണുകളും മറ്റും നിർമ്മിച്ചു തന്നെയാണ്, അതും ഉപയോഗിച്ച് തന്നെയാണ് ഇത്തരത്തിലൊരു പള്ളി അവിടെ നിൽക്കുന്നത് എന്ന് പുരാവസ്തു ഗവേഷണ വകുപ്പ് കണ്ടെത്തിയിരുന്നു. ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് ഞാൻവാബിയുമായി ബന്ധപ്പെട്ട നിർണായകമായ ഒരു ഹർജി എത്തുന്നത്. രജനി, ഗൗതം, ഈ അയോധ്യ വിഷയം കോടതിയിൽ വന്നപ്പോഴും സമാനമായ രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഇതിന്റെ മുന്നിൽ അല്ലെങ്കിൽ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്തിരുന്നു എന്നുള്ള കാര്യം വ്യക്തമായിട്ടുണ്ടായിരുന്നു. ഇനി മധുര കേസ് വരാനിരിക്കുകയാണ്. അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഞാൻവാബി കേസ് ഇന്ന് സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കുമ്പോൾ നമ്മൾ അയോധ്യയിൽ കണ്ടതുപോലെ തന്നെ ഉണ്ടാകുമെങ്കിൽ അതൊരു ഹിന്ദു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിജയം തന്നെ ആയിരിക്കില്ലേ? രജനി, അയോധ്യ രാമജന്മഭൂമി കേസ് ഏതാണ്ട് 134 വർഷം നീണ്ടുനിന്ന ഭാരതം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ നിയമ പോരാട്ടമാണ് അയോധ്യയ്ക്ക് വേണ്ടി നടന്നത്. ആ നിയമ പോരാട്ടത്തിൽ ഫൈസാബാദിലെ കോടതി മുതൽ പിന്നീട് അലഹബാദ് ഹൈക്കോടതി കടന്നത് സുപ്രീം കോടതിയിൽ എത്തുമ്പോൾ രാമജന്മഭൂമിക്ക് അനുകൂലമായ വിധി പ്രസ്താവത്തിന് വഴിവെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്ന് പുരാവസ്തു ഗവേഷണ വകുപ്പിന്റെ പര്യവേക്ഷണം തന്നെയാണ്. മലയാളിയായ KK മുഹമ്മദ് ഉൾപ്പെടെയുള്ളവർ അയോധ്യയിൽ നടത്തിയിട്ടുള്ള പര്യവേക്ഷണം 1976-ലും പിന്നീട് 92-ലും 2003-ലും അവിടെ ASI പഠനം നടത്തിയിരുന്നു. ആ പഠന റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ അവിടെ ക്ഷേത്രമുണ്ടായിരുന്നു എന്ന് തെളിയുകയും ആ രേഖകൾ ആധികാരികമാക്കിയാണ് സുപ്രീം കോടതിയാണെങ്കിലും അലഹബാദ് ഹൈക്കോടതിയാണെങ്കിലും പിന്നീട് ഹിന്ദുക്കൾക്ക് അനുകൂലമായി വിധി പ്രസ്താവം നടത്തിയത്. അതിനാൽ കാശി വിശ്വനാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഈ ഞാൻവാബി തർക്കത്തിലും ഒപ്പം ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥാനമായ മഥുരയുമായി ബന്ധപ്പെട്ട കേസിലും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ തെളിവുകൾ തീർച്ചയായും കോടതി ഒരു പ്രധാനപ്പെട്ട തെളിവായി ശേഖരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല, ഹിന്ദു സംഘടനകൾ മുന്നോട്ട് വെക്കുന്ന വാദങ്ങളെ ശക്തിപ്പെടുത്തുന്ന രീതിയിലാണ് ഇപ്പോൾ ഞാൻവാബിയുമായി ബന്ധപ്പെട്ട് ASI നൽകിയിട്ടുള്ള റിപ്പോർട്ടും. രജനി, ശരി. ഞാൻവാബി തർക്കമന്ദിരത്തിൽ പൂട്ടിക്കിടക്കുന്ന 10 നിലവറകൾ തുറക്കണമെന്ന ആവശ്യം ശക്തമാവുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കേസിലെ ഹിന്ദു സ്ത്രീകൾ ഇന്ന് സുപ്രീം കോടതിയിൽ ഹർജി നൽകും. ഗൗതം അനന്തനാരായണനാണ് വിശദാംശങ്ങൾ നൽകിയത്.